വർഷം 1892 ജൂലൈ 12-നാണ് വൈറസുകളുടെ നിലനിൽപ്പിനുള്ള ആദ്യ തെളിവ് കണ്ടുപിടിച്ചത്. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ അക്കാദമി ഓഫ് സയൻസിന് മുന്നിൽ മുമ്പ് അറിയപ്പെട്ടതിനേക്കാൾ ചെറിയൊരു രോഗകാരിയുടെ അസ്തിത്വം നിർദ്ദേശിച്ചത് ഒരു യുവ റഷ്യൻ ശാസ്ത്രജ്ഞനായ ദിമിത്രി ഇവനോവസ്കി ആയിരുന്നു. വർഷം 1892 ജൂലൈ 12-നാണ് വൈറസുകളുടെ നിലനിൽപ്പിനുള്ള ആദ്യ തെളിവ് കണ്ടുപിടിച്ചത്. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ അക്കാദമി ഓഫ് സയൻസിന് മുന്നിൽ മുമ്പ് അറിയപ്പെട്ടതിനേക്കാൾ ചെറിയൊരു രോഗകാരിയുടെ അസ്തിത്വം നിർദ്ദേശിച്ചത് ഒരു യുവ റഷ്യൻ ശാസ്ത്രജ്ഞനായ ദിമിത്രി ഇവനോവസ്കി ആയിരുന്നു. അദ്ദേഹം ഈ വൈറസുകളുടെ കണ്ടെത്തലിലേക്ക് എത്തിപ്പെട്ടത് ഒരുപാട് നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തിയാണ്. അതിൻ്റെ ഒരു ആദ്യ പടിയായിരുന്നു ഈ വെളിപ്പെടുത്തൽ. 1890-ലാണ് അദ്ദേഹത്തിൻ്റെ പരീക്ഷണം ആരംഭിച്ചത്. ടൊബാക്കോ ലീവ്സിന് ബാധിച്ചിരുന്ന ടൊബാക്കോ മൊസൈക്ക് എന്ന അസുഖം ഇതിൻ്റെ കാരണമായിരുന്നു അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടിരുന്നത്. നമ്മുടെ പുകയില ചെടിയുടെ ഇരകൾക്ക് വരുന്ന നിറവ്യത്യാസം, ഇതിന് കാരണമായ അസുഖം കണ്ടെത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഈ പരീക്ഷണത്തിന് അദ്ദേഹം ചെയ്തത് അസുഖം ബാധിച്ച ഇലകളിൽ നിന്നുള്ള സാമ്പിൾസ് ശേഖരിച്ച് അത് ഒരു പ്രത്യേകതരം ലായനിയാക്കി അത് ഒരു പുതിയ തരം ഫിൽട്ടറിലൂടെ കടത്തിവിട്ടു. ചാമ്പർലാൻ ഫിൽട്ടർ എന്നാണ് ഇത് അറിയപ്പെട്ടത്. ഇത് ഉണ്ടാക്കിയത് പോർസലൈൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. പോർസലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഫിൽട്ടറിൻ്റെ ദ്വാരങ്ങൾ അത്രയും ചെറുതായിരിക്കും. ബാക്ടീരിയകളെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ മെത്തേഡ് യൂസ് ചെയ്തത്. ഈ ഫിൽട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മുന്നേ പറഞ്ഞ ആ ലായനി അദ്ദേഹം ഫിൽട്ടർ ചെയ്തെടുത്തത് രോഗാണുക്കളെ കണ്ടുപിടിക്കാൻ വേണ്ടി. ഈ ഫിൽട്ടർ ഉപയോഗിച്ച് അദ്ദേഹം ആ ലായനി ഫിൽട്ടർ ചെയ്തെടുത്തു. പക്ഷേ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി, ഇപ്പോഴും അതിനകത്ത് രോഗകാരിയായ അണുക്കൾ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു നിഗമനത്തിലെത്തി. ഇതിനകത്ത് ഇപ്പോൾ അവശേഷിക്കുന്ന അണുക്കൾ ബാക്ടീരിയത്തേക്കാൾ ചെറുതാണ്. അദ്ദേഹം ആ ഫിൽട്ടർ ചെയ്തെടുത്ത ലായനി ആരോഗ്യമുള്ള സസ്യങ്ങളിലേക്ക് കുത്തിവെച്ചു. ശേഷം വീണ്ടും സസ്യങ്ങളിൽ ഈ രോഗം ബാധിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. അതിനാൽ ഈ ഫിൽട്ടറേഷൻ പരീക്ഷണം വൈറസുകളുടെ കണ്ടെത്തലിലെ ആദ്യ പടിയായിരുന്നു. ഈ പരീക്ഷണത്തിന് ശേഷം അദ്ദേഹം 1892 അദ്ദേഹത്തിൻ്റെ നിഗമനം പബ്ലിഷ് ചെയ്തു. ശേഷം അദ്ദേഹം മറ്റു പരീക്ഷണങ്ങളിലേക്ക് മുഴുകി. വൈറസിന് വൈറസ് എന്ന് പേര് നൽകിയതും ഇതിൻ്റെ പൂർണ്ണ വിവരം പുറത്തുവിട്ടതും ഇദ്ദേഹമായിരുന്നില്ല. ഇതിന് ശേഷം വന്ന മറ്റൊരു ശാസ്ത്രജ്ഞനായിരുന്നു. 6 വർഷങ്ങൾക്ക് ശേഷം, അതായത് കൃത്യമായി പറഞ്ഞാൽ 1898 മറ്റൊരു ഡച്ച് ശാസ്ത്രജ്ഞനായ മാർട്ടിനസ് ബേജറിംഗ് എന്ന ശാസ്ത്രജ്ഞൻ ഈ പരീക്ഷണം തുടർന്നു. അദ്ദേഹം നടത്തിയ സ്വതന്ത്രമായ പരീക്ഷണത്തിൽ അദ്ദേഹം വൈറസിനെ കണ്ടെത്തുകയും വൈറസ് എന്ന പേര് നൽകുകയും ചെയ്തു. പക്ഷേ ഈ 2 ശാസ്ത്രജ്ഞന്മാർക്കും പൂർണ്ണമായ രീതിയിൽ ഇവയുടെ തെളിവുകൾ നിരത്തി ലോകത്തിൻ്റെ മുന്നിൽ ഇത് കൊണ്ടുവരാൻ സാധിച്ചില്ല. ഇതിൻ്റെ പ്രധാനമായ കാരണം ആ സമയത്ത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തം നടത്തിയിരുന്നില്ല. ഇതിനുശേഷം 1950-കളിലാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ വരവുണ്ടായത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ വരവോടുകൂടി വൈറോളജി ഗവേഷണ മേഖല നാടകീയമായി വളർന്നു. ഭൂമിയിലെ മിക്കവാറും എല്ലാ പരിസ്ഥിതികളിലും വൈറസുകൾ കണ്ടെത്തുകയും പര്യവേഷണം ചെയ്യുകയും ചെയ്തു. മുന്നേ പറഞ്ഞ റഷ്യൻ മൈക്രോബയോളജിസ്റ്റായ ദിമിത്രിയും ഡച്ച് ബയോളജിസ്റ്റായ മാർട്ടിനസും, ഇവർ രണ്ടുപേരും വൈറസ് എന്ന രോഗാണുവിൻ്റെ നിലനിൽപ്പ് കണ്ടുപിടിച്ചു എങ്കിലും വേണ്ട രീതിയിലുള്ള പരിഗണനയും നോബൽ പ്രൈസ് പോലെയുള്ള അവാർഡുകളും കിട്ടുന്നതിന് മുന്നേ തന്നെ ഇവർ മരണപ്പെട്ടു പോവുകയുണ്ടായി. ഇവരുടെ മരണശേഷമാണ് ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം നടന്നത്. ആയതിനാൽ ഇവർക്ക് വേണ്ട രീതിയിലുള്ള അംഗീകാരം ശാസ്ത്രലോകത്തിന് നൽകാൻ സാധിച്ചില്ല. എന്നാലും ശാസ്ത്രലോകം എന്നും ആദരവോടെ ഇവരുടെ കണ്ടുപിടുത്തത്തെ ഇന്നും ഓർക്കുന്നു. TMV അഥവാ ടൊബാക്കോ മൊസൈക്ക് വൈറസ് എന്നാൽ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ്.
ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോ വീണ്ടും കാണുവാൻ ഫോളോ ചെയ്യുക. താങ്ക്